الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ബഹുമാന്യരായ വേദിയിലും സദസ്സിലുമുള്ള നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കേരളത്തിലുടനീളം നടന്നു വരുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി പരിശുദ്ധമാണ്, പവിത്രമാണ് ബന്ധങ്ങൾ, പവിത്രമാണ് കുടുംബം, പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്ന ക്യാപ്ഷനിൽ കൊടികുത്തിപ്പറമ്പ് ശാഖ കേന്ദ്രം സംഘടിപ്പിക്കുന്ന ഫാമിലി മീറ്റിലാണ് നമ്മൾ സംഗമിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും നമ്മുടെ ഈ സദസ്സുമെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച ആയത്ത് സത്യവിശ്വാസികളായ ആളുകളുടെ പ്രാർത്ഥനയാണ്. ഈമാനുള്ള മുഅ്മിനായ മുഅ്മിനത്തുകളായ മുഴുവൻ ആളുകളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അതാണ് വല്ലദീന യഖൂലൂന, അവർ പറയും റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിനാ, അള്ളാഹുവേ ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും ഖുർറത അഅ്യുൻ, ഞങ്ങൾക്ക് നീ കൺകുളിർമകൾ നൽകണമേ. ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ മനുഷ്യരായ നമ്മളൊക്കെ കുടുംബമായി ജീവിക്കുന്ന ആളുകളാണ്, ഒറ്റക്ക് ജീവിക്കുന്ന ആളുകളല്ല. കുടുംബം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. ജീവിതമാകട്ടെ അതും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. കുടുംബത്തോടൊപ്പം ജീവിക്കാൻ തൗഫീഖ് ലഭിക്കുക എന്നുള്ളതോ അത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കുടുംബത്തോടൊപ്പം നമ്മുടെ നാട്ടിൽ സമാധാനത്തോടെ, സന്തോഷത്തോടെ, സംതൃപ്തിയോടെ ജീവിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിച്ച ആളുകളാണ് ഞാനടക്കം നമ്മൾ ഓരോരുത്തരും. അൽഹംദുലില്ലാ. പക്ഷെ ആളുകൾ ഇത് മനസ്സിലാക്കുന്നില്ല. എന്താണ് കുടുംബമെന്നും എന്താണ് ജീവിതമെന്നുമുള്ള കാര്യം ആളുകൾ അറിയാതെ പോകുന്നു എന്നുള്ളത് ഒരു ഖേദകരമായ ഒരു സത്യമാണ്. ജീവിതത്തിന്റെ ലക്ഷ്യമറിയാതെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ പരലോകത്തെ സ്വർഗം കരസ്ഥമാക്കാൻ എന്നാണ് മറുപടി. ആ പരലോക സ്വർഗം കരസ്ഥമാക്കണമെങ്കിൽ ഭൂമിയിൽ ജീവിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ ജീവിതം വലിയ അനുഗ്രഹമാണ്, നിഅമത്താണ്. ആ ജീവിതമാവട്ടെ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകിയാൽ മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം, ജ്യേഷ്ഠാനുജന്മാരോടൊപ്പം, അയൽവാസികളോടൊപ്പം, ബന്ധുമിത്രാദികളോടൊപ്പം നാട്ടിൽ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയാൽ അൽഹംദുലില്ലാ, അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മൾ അതിനെ കാണണം. കാരണം എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ നമുക്ക് താങ്ങും തണലുമായി നമ്മുടെ ചുറ്റുഭാഗത്തും ഒരുപാട് കുടുംബാംഗങ്ങളുണ്ട്. ഒരു രോഗം ബാധിച്ചാൽ ഹോസ്പിറ്റലുകളിൽ പോകാനും ചികിത്സിക്കാനും നമ്മൾ കൊണ്ടുപോകാനും ഒക്കെ ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടാൽ നമ്മൾ സമാധാനിപ്പിക്കുവാനും, നമ്മൾ ആശ്വസിപ്പിക്കുവാനും,
നമുക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു തരുവാനും ഒക്കെ നമ്മുടെ കുടുംബങ്ങൾ ചുറ്റുഭാഗത്തും ഉണ്ട് എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനം, ഒരു സന്തോഷം, അതൊരു സംരക്ഷണമാണ്. എനിക്ക് എൻ്റെ മാതാപിതാക്കളുണ്ട്, എൻ്റെ മക്കളുണ്ട്, എൻ്റെ ജ്യേഷ്ഠാനുജന്മാരുണ്ട്, എനിക്ക് ബന്ധുമിത്രാദികളുണ്ട്. ഇങ്ങനെ ഒരു വലിയ കുടുംബത്തിന്റെ സംരക്ഷണത്തിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ എനിക്ക് സന്തോഷവും സമാധാനവും സംരക്ഷണവുമാണ് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കണം. ഇത് അല്ലാഹു എനിക്കും നിങ്ങൾക്കും ഒക്കെ നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ ജീവിതത്തിന് തന്നെ ഒരു അർത്ഥമുണ്ടാകും, ജീവിക്കാൻ ഒരു സന്തോഷമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അവന്റെ ഉപജീവനം വിശാലമാകണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ, അതുപോലെ തന്നെ അവന്റെ ആയുസ് ദീർഘിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവൻ കുടുംബബന്ധം ചാർത്തിക്കൊള്ളട്ടെ. മൻ അഹബ്ബ അൻ യുബ്സത ലഹു റിസ്ഖുഹു, ആരെങ്കിലും അവന്റെ റിസ്ഖ് ഒന്ന് വിശാലമാകണം, ഉപജീവനം വിശാലമാകണമെന്ന് ആഗ്രഹിച്ചാൽ, വയുൻസാ ലഹു ഫി അഥരിഹി, അവന്റെ ആയുസ് ഒരുപാട് നീട്ടിക്കിട്ടണമെന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയസിൽ റഹിമഹു, അവൻ കുടുംബബന്ധം ചാർത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം ബുഖാരി, മുസ്ലിം പോലുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുന്നത്, കുടുംബത്തോടൊപ്പം ജീവിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ മുഅ്മിനായി മുഅ്മിനത്തായി ഭൂമിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ്. ആ കുടുംബബന്ധം മുറിച്ചു കളയുന്നതോ അത് അള്ളാഹു ഏറെ വെറുക്കുന്നതും അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് കാരണമായി തീരുന്നതുമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു ഖുദ്സിയായ ഹദീസിൽ പറയുന്നുണ്ട്, കുടുംബബന്ധം ചാർത്തിയവനോട് ഞാൻ ബന്ധം ചേർത്തു, ആരെങ്കിലും കുടുംബബന്ധം മുറിച്ചു കഴിഞ്ഞാൽ അവനുമായി ഞാനും ബന്ധം മുറിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മാത്രമല്ല, നാം ചെയ്യുന്ന അമലുകൾ അല്ലാഹുവിലേക്ക് സ്വീകരിക്കപ്പെടണമെങ്കിൽ, അത് സമർപ്പിക്കപ്പെടണമെങ്കിൽ കുടുംബബന്ധം ചാർത്തിയേ മതിയാകൂ. നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സകലമാന ഇബാദത്തുകളും, ഖുർആൻ പാരായണങ്ങൾ, സ്വലാത്തുകൾ, ദിക്റുകൾ, ദുആകൾ, സൽക്കർമ്മങ്ങൾ, സ്വതക്കകൾ തുടങ്ങി നാം ചെയ്യുന്ന എന്തെല്ലാം ഇബാദത്തുകളുണ്ടോ, അമലു സാലിഹാത്തുകളുണ്ടോ, ഇതൊക്കെയും അല്ലാഹുവിലേക്ക് സമർപ്പിക്കണമെങ്കിൽ, ആകാശലോകത്തേക്ക് കയറിപ്പോകണമെങ്കിൽ ആ കുടുംബബന്ധം ചാർത്തിയേ മതിയാകൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ ഈ കുടുംബബന്ധത്തിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ കുടുംബബന്ധം ചാർത്തണം. കുടുംബബന്ധം വിച്ഛേദിച്ചവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് പറയുമ്പോൾ അതിന്റെയൊക്കെ ഗൗരവം സഹോദരന്മാരെ, സഹോദരിമാരെ, വിശ്വാസികളെ നമ്മൾ ഉൾക്കൊണ്ടേ മതിയാകൂ. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇന്ന അഅമാല ബനി ആദമ, ഓരോ മനുഷ്യരുടെയും അമലുകളെ തുഅറദു കുല്ല ഖമീസി ലൈലത്തിൽ ജുമുഅ, ഓരോ വ്യാഴവും വെള്ളിയാഴ്ച രാവിലും ആകാശലോകത്തേക്ക് ഉയർത്തുന്നുണ്ട്. ഫലാ യുഖബലു അമലു ഖാതി റഹീം, കുടുംബബന്ധം വിച്ഛേദിച്ചവന്റെ അമലാവട്ടെ അത് അല്ലാഹുവിലേക്ക് ഉയർത്തുന്നില്ല, പ്രദർശിപ്പിക്കുന്നില്ല, സമർപ്പിക്കുന്നില്ല. നഊദു ബില്ലാഹ്. അപ്പൊ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും റസൂലുള്ളാഹി പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹീമിൻ, കുടുംബബന്ധം വിച്ഛേദിച്ചവന്റെ അവന് സ്വർഗം അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല. ലാ യദ്ഖുലുൽ ജന്നത, സ്വർഗത്തിൽ പ്രവേശിക്കുകയേ ഇല്ല. ആര്? ഖാതിഉ റഹീം, കുടുംബബന്ധം വിച്ഛേദിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല. അപ്പൊ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം കുടുംബബന്ധം ചാർത്തണം. മാതാപിതാക്കള്, മക്കള്, അയൽവാസികള്, നാട്ടുകാര് എന്നിങ്ങനെയുള്ള ബന്ധങ്ങള് അറിഞ്ഞും അനുസരിച്ചും ജീവിക്കുക എന്നത് ഈമാനുള്ള ഓരോ മനുഷ്യർക്കും നിർബന്ധമാണ് എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായി കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. മാതാപിതാക്കൾക്ക് മക്കളോട് ബാധ്യതകളുണ്ട്. മക്കളെ നന്നായി വളർത്തുക. മാതാപിതാക്കളെ കൊടുക്കാതെ അള്ളാഹു ഒരുപാട് ആളുകളെ പരീക്ഷിക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന നമ്മുടെ കൂട്ടത്തിൽ നമുക്കൊക്കെ മക്കളുണ്ട്, സന്താനങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ചവരാണ് നമ്മൾ. ഈ സന്താനങ്ങൾ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളോട് നമുക്ക് വലിയ കടപ്പാടുകളും വലിയ ബാധ്യതകളുമുണ്ട്. അവരെ നല്ല രീതിയിൽ വളർത്തുക,
അവർക്ക് ദീനീ വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കുക, അവരെ നല്ല അദബുകൾ പഠിപ്പിക്കുക, അവരെ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും ഒക്കെ പഠിപ്പിച്ച് അവരെ ഈമാൻ ശരിയായ ഈമാനുള്ളവരാക്കി, തൗഹീദിൽ അടിയുറച്ച വിശ്വാസമുള്ളവരാക്കി അവരെ വളർത്തുക എന്ന ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബാധ്യത മാതാപിതാക്കളായ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇല്ല എങ്കിൽ ഈ മക്കൾ നാളെ പരലോകത്ത് നമുക്കെതിരെ വിരൽ ചൂണ്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചിട്ടില്ല, അവരെനിക്ക് പറഞ്ഞു തന്നിട്ടില്ല, അവരെന്നെ ഖുർആൻ കേൾപ്പിച്ചിട്ടില്ല എന്നൊക്കെ സ്വന്തം മക്കള് നമുക്കെതിരിൽ നാളെ പരലോകത്ത് വിരൽ ചൂണ്ടാതിരിക്കണമെങ്കിൽ നമ്മുടെ മക്കളെ കൃത്യമായി നമ്മൾ ദീന് പഠിപ്പിക്കണം, ഖുർആനും ഹദീസുകളും പഠിപ്പിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ മക്കൾക്ക് മാതാപിതാക്കളോട് വലിയ കടപ്പാടുകളും ബാധ്യതകളും ഉണ്ട്. പ്രത്യേകിച്ച് വാർദ്ധക്യം എത്തിക്കഴിഞ്ഞാൽ അവരോട് വളരെ നന്നായി പെരുമാറണമെന്നും സ്നേഹത്തോടെ വാത്സല്യത്തോടെ മാതാപിതാക്കളെ പരിചരിക്കണമെന്നും ഒക്കെ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ്. അള്ളാഹുവിനെ ആരാധിക്കണമെന്ന ഇസ്ലാമിന്റെ പ്രഥമവും പ്രധാനവുമായ കാര്യം പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യണം, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. മാതാപിതാക്കളുടെ ഇഷ്ടം സമ്പാദിക്കാതെ ഒരു മക്കൾക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം കടപ്പാടുകൾ മക്കൾക്ക് മാതാപിതാക്കളോടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഒരു യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ സംഘടിപ്പിക്കുകയാണ്. ആളുകൾ സഹാബാ കിറാമുകൾ വന്നു. അക്കൂട്ടത്തിൽ പ്രവാചകൻ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തില് പ്രായം ചെന്ന മാതാപിതാക്കളുള്ള ആളുകളുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. കുറച്ച് ആളുകൾ എഴുന്നേറ്റ് നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ യുദ്ധത്തിന് വരേണ്ട, യുദ്ധത്തിന് ഒരുപാട് ആളുകൾ ആവശ്യമുള്ള രംഗമാണ്, എങ്കിലും നിങ്ങൾ യുദ്ധത്തിന് വരേണ്ടതില്ല. നിങ്ങൾ വീട്ടിൽ പോയി പ്രായം ചെന്ന മാതാപിതാക്കളെ പരിചരിക്കുക എന്നത് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ വലിയ പുണ്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ മാതാപിതാക്കളോട് മക്കൾക്കുള്ള ബാധ്യതകള്, കടമകള്, കടപ്പാടുകള് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. ആ മാതാപിതാക്കളോട് ഛേ എന്ന വാക്ക് പോലും പറയരുത് എന്ന് പറയുമ്പോൾ ആ മാതാപിതാക്കള് വെറുപ്പ് സമ്പാദിച്ച് ജീവിക്കുന്ന മക്കള് അവർ എത്ര നമസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും ഖുർആൻ പാരായണം ചെയ്തിട്ടും ദിക്റുകളും ദുആകളും നടത്തിയിട്ടും അതുപോലെ തന്നെ ഹജ്ജും ഉംറയും ഒന്നും നിർവഹിച്ചിട്ടും അത് അല്ലാഹുവിലേക്ക് കബൂലാകുന്ന അമലല്ല എന്ന ഒരു പരമാർത്ഥം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന രീതിയിൽ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദകളും അതുപോലെ കടമകളും കടപ്പാടുകളും ഒക്കെ കൃത്യമായി നിർവഹിച്ചതിന് ശേഷം നാം ചെയ്യുന്ന അമലുകളാണ് അല്ലാഹു തആല സ്വീകരിക്കുന്നത്. അതുകൊണ്ട് മക്കൾക്ക് മാതാപിതാക്കളോട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബാധ്യതകളുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായും കൃത്യമായും മക്കളായ ആളുകൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ജ്യേഷ്ഠാനുജന്മാർ, സഹോദരീ സഹോദരന്മാർ, അയൽവാസികള്, ഇവരോടൊക്കെ നമുക്ക് വലിയ കടപ്പാടുകളും ബാധ്യതകളും ഉണ്ട്. അയൽവാസികളോട് അവൻ അമുസ്ലിമാണെങ്കിൽ പോലും അവനോട് നന്നായി പെരുമാറണമെന്നും അവനോട് നല്ല രീതിയിൽ വർത്തിക്കണമെന്നും ഇസ്ലാം പഠിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചുണ്ണവൻ വിശ്വാസിയല്ല എന്ന് പഠിപ്പിക്കുന്ന മതത്തിന്റെ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അത്രത്തോളം ബാധ്യതകൾ അയൽവാസികളോടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയൽവാസികളോടുള്ള ബാധ്യതകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ പ്രവാചകൻ പറഞ്ഞു, ജിബ്രീൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അയൽവാസിയുള്ള ബാധ്യതകൾ പറഞ്ഞു തരികയാണ്. ആ സമയത്ത് എനിക്ക് തോന്നിപ്പോയി, എന്റെ സമ്പത്തിൽ പോലും അയൽവാസിക്ക് ഒരു പങ്കുണ്ടാകുമോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. അത്രത്തോളം കടപ്പാടുകൾ നമ്മുടെ അയൽവാസികളോട് നമുക്കുണ്ട് എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യൻ അവന് ഒരു 4 ചുമരിന്റെ ഉള്ളിൽ ജീവിക്കേണ്ട മനുഷ്യനല്ല. അവന് ബാധ്യതകളുണ്ട് അവന്റെ അയൽവാസികളോട്. മാത്രമല്ല അവന്റെ കുടുംബത്തിൽപ്പെട്ട യതീമുകളായ ആളുകള്, അതേപോലെ വിധവകളായ ആളുകള്, ഫക്കീറുകളായ ആളുകള്, രോഗികളായ ആളുകള്, ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബത്തില് നമ്മൾക്കറിയാവുന്ന രീതിയിൽ നമ്മുടെ ബന്ധങ്ങളില്, കുടുംബങ്ങളില്, അയൽപക്കത്ത് ഒക്കെ ഉണ്ടാകും. നമുക്ക് അവരോടൊക്കെ ബാധ്യതകളുണ്ട്. രോഗികളായ ആളുകളെ പരിചരിക്കുക, അവിടെ രോഗം സന്ദർശിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണം ചെയ്തു കൊടുക്കുക. ഇതൊക്കെ ഒരു മുസ്ലിമിന്റെയും മുസ്ലിമത്തിന്റെയും ബാധ്യതയാണ്. ആ ബാധ്യതകൾ നമ്മൾ നിർവഹിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിമായി മാറുന്നത്. ഒരു യതീമുണ്ടെങ്കിൽ, ഒരു വിധവയുണ്ടെങ്കിൽ, ഒരു ദരിദ്രൻ ഫക്കീറുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമായി ജീവിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു
മക്കള് മാതാപിതാക്കൾക്ക് വലിയ പരീക്ഷണമാണ്, വലിയ അനുഗ്രഹമാണ്, അതേപോലെ വലിയ പരീക്ഷണമാണ്. ആ മക്കളെ നമ്മൾ അതിന്റെ ആദ്യ പാഠശാല നമ്മുടെ മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ എങ്ങനെയാണോ മക്കളെ വളർത്തുന്നത് ആ രീതിയിൽ ആ മക്കൾ വളരുക. റസൂലുള്ളാഹിന്റെ ഭാഷയിൽ പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദുൻ യൂലദു അലൽ ഫിത്ര. ഓരോ കുട്ടികളും ശുദ്ധമായ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ എല്ലാവരും ശുദ്ധമായ പ്രകൃതിയിലാണ്. അവനെ ജൂതനും ക്രൈസ്തവരും കള്ളനും കൊള്ളക്കാരനും ഒക്കെ താൻ തോന്നിയും ഒക്കെ ആക്കി മാറ്റുന്നത് അതിൽ വലിയൊരു പങ്ക് മാതാപിതാക്കൾക്കുള്ളതാണെന്ന് പറയുമ്പോൾ ഒരു കുട്ടിയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. ഒരു കുട്ടിയുടെ മക്കളുടെ ആദ്യത്തെ പാഠശാല അവന്റെ വീടാണ്. അവന്റെ ആദ്യത്തെ കലാലയം അവന്റെ വീടാണ്. അവന്റെ ആദ്യത്തെ അധ്യാപകന്മാർ, ഗുരുനാഥന്മാർ, ഉസ്താദുമാർ അവന്റെ മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കൾക്ക് മക്കളെ നന്നായി വളർത്തുന്ന കാര്യത്തിൽ നല്ല ബാധ്യതകളുണ്ട് എന്നുള്ള വിഷയം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. കുട്ടികൾ ഒരു വെള്ളം പോലെയാണ്. ഏത് പാത്രത്തിലേക്കാണോ ആ വെള്ളം ഒഴിക്കുന്നത് അതിന്റെ ഷേപ്പിലായിരിക്കും ആ വെള്ളം ഉണ്ടായിരിക്കുക എന്നതുപോലെ ഏത് രീതിയിലാണോ മാതാപിതാക്കൾ കുട്ടികളെ വളർത്തുന്നത് അതുപോലെയായിരിക്കും കുട്ടികൾ വളരുക. അതുകൊണ്ട് ആ കുട്ടികളെ അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹത്തെ അനുഗ്രഹമായി കണ്ടുകൊണ്ട് അവർക്ക് നല്ല ശിക്ഷണങ്ങൾ കൊടുത്ത് ദീനിയായ വിദ്യാഭ്യാസം കൊടുത്ത് നമ്മുടെ കൂടെ അവരെ നമസ്കാരത്തിൽ പങ്കെടുപ്പിച്ച് അങ്ങനെ വളർത്തുകയാണെങ്കിൽ നാളെ പരലോകത്തും ഈ ദുനിയാവിലും അതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതല്ല എങ്കിൽ നമ്മൾ അവരെ ശ്രദ്ധിക്കാതെ കയറി വിട്ടാൽ ഏതെങ്കിലും തെറ്റുകളിലേക്കോ കുറ്റങ്ങളിലേക്കോ ഒക്കെ അവർ ചെന്ന് ചാടിയാൽ അതിന്റെ ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ചെടി നട്ടു. ആ ചെടിക്ക് നമ്മൾ സംരക്ഷണം എന്നോണം ഒരു വേലി കെട്ടിക്കൊടുക്കണം, അല്ലെങ്കിൽ അത് മൃഗങ്ങൾ ഭക്ഷിക്കും, അത് കേടുവന്നു പോകും, ആളുകൾ നശിപ്പിക്കും. അതിന് സംരക്ഷണം എന്നോണം ഒരു വേലി കെട്ടിക്കൊടുക്കണം. അത് കൃഷി നട്ടവന്റെ ബാധ്യതയാണ്. മാത്രമല്ല അതിന് നിത്യേന എന്നോണം വളവും വെള്ളവും കൊടുക്കണം, എങ്കിലേ അത് വളരുള്ളൂ. എന്നാൽ തന്നെയും എവിടേക്കാണോ സൂര്യപ്രകാശം ലഭിക്കുന്നത് അത് അങ്ങോട്ട് ചാഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ ആ ചെടി വളഞ്ഞു പോകുമ്പോൾ അതിനെ നേരെ ചൊവ്വെ നിർത്തേണ്ട ബാധ്യത നമുക്കുള്ളതാണ്. അങ്ങനെ അതുപോലെ ഈ കുട്ടിപ്രായത്തിൽ അവരുടെ ഓരോ ചലനങ്ങളും വീക്ഷിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വഴിതെറ്റി പോകുന്ന രംഗത്ത് അവർക്ക് നേരായ പാത കാണിച്ചു കൊടുത്തുകൊണ്ട് യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൽ ദീനിന്റെ മാർഗത്തിൽ ഇസ്ലാം ഒരു മുസ്ലിമായി ജീവിക്കാനുള്ള അവസരം നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് നാളെ പരലോകത്ത് നഷ്ടമായി തീരുമെന്നുള്ള വിഷയം നമ്മൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ബാധ്യതകൾ ഒരുപാടുണ്ട്. നമ്മൾ മുസ്ലിമീങ്ങളാണ്. ഞാൻ ചുരുക്കി പറയാം, ഒരു ഭാര്യക്ക് ഭർത്താവിനോട് ഒരുപാട് ബാധ്യതകളുണ്ട്, ഒരു ഭർത്താവിന് ഭാര്യയോട് ഒരുപാട് കടമകളുണ്ട്, മക്കൾക്ക് മാതാപിതാക്കളോടും മാതാപിതാക്കൾക്ക് മക്കളോടും അയൽവാസികൾ തമ്മിലും നാട്ടുകാർ തമ്മിലും ഒക്കെ ബാധ്യതകളുണ്ട്. രക്തബന്ധം ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ബന്ധം, മുറിച്ചാൽ പോലും വേറിട്ട് പോകാത്ത ബന്ധമാണ് കുടുംബ ബന്ധം, വൈവാഹിക ബന്ധം. ഇങ്ങനെ എല്ലാ ബന്ധങ്ങളും കൂട്ടിച്ചേർത്ത് ആ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ ആ കുടുംബത്തിന്റെ സംരക്ഷണത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് അത് തന്നെയല്ലേ ഒരു സൗഭാഗ്യം, അത് തന്നെയല്ലേ വിശ്വാസികൾ ആഗ്രഹിക്കുന്നതും. ആ ഒരു ബന്ധം ഈ ദുനിയാവിൽ മാത്രം പോരാ, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കും ഈ ഒരു ബന്ധം നിലനിൽക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാ. ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച ആയത്ത് വല്ലദീന യഖൂലൂന, സത്യവിശ്വാസികളായ ആളുകൾ പ്രാർത്ഥിക്കും, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങളുടെ സന്താനങ്ങളിലും ഇണകളിലും ഒക്കെ ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ, മുത്തഖീങ്ങളായ ആളുകൾക്ക് അവരുടെ നേതാവാക്കി ഞങ്ങൾ നീ മാറ്റണമേ എന്ന ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് ഈ ദുനിയാവിൽ ജീവിച്ച് മരണപ്പെടാൻ നമുക്ക് തൗഫീഖ് ലഭിച്ചാൽ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ സ്വർഗം നമുക്കുള്ളതാണ്, യാതൊരു സംശയവുമില്ല. തീർച്ചയായും കുടുംബം ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ്. തീർച്ചയായും നമ്മുടെ ജീവിതം ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ്. കുടുംബത്തോടൊപ്പം ജീവിച്ച് ആ കുടുംബത്തിന് നേരായ മാർഗം കാണിച്ചു കൊടുത്തുകൊണ്ട് ആ കുടുംബത്തിന്റെ ഒരു വഴികാട്ടിയായി, നേതാവായി, ഇമാമായി ജീവിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അതൊരു വലിയ ഭാഗ്യമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ചുരുക്കി ഹ്രസ്വമായി വിശദീകരിച്ച ഒരു പുസ്തകമാണ് ഇന്ന് നമ്മൾ പ്രകാശനം ചെയ്തിരിക്കുന്നത്. ഈ പുസ്തകം എല്ലാവരും വായിച്ച്
കൃത്യമായി മനസ്സിലാക്കി നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് വായിക്കാൻ കൊടുത്ത് ഇത് പ്രചരിപ്പിക്കണം എന്നുള്ളതും പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ സന്തോഷം തോന്നി സ്വാഗതം പറഞ്ഞപ്പോൾ. ഈ 21ാമത്തെ ഈ ചെറിയ ഈ ഒരു യൂണിറ്റിന്റെ 21ാമത്തെ പുസ്തകമാണ്. അതും 60,000-ഓളം കോപ്പികൾ അടിച്ചവർ വിതരണം ചെയ്തു, 10,000-ഓളം സ്റ്റിക്കറുകൾ വിതരണം ചെയ്തു എന്നൊക്കെ കേട്ടപ്പോ അൽഹംദുലില്ലാ, ഇതൊക്കെ ദഅവത്തിന്റെ മാർഗത്തില്, ദീൻ പ്രബോധനം ചെയ്യുന്ന മാർഗത്തില് ഈ യൂണിറ്റിന് ചെയ്യാൻ സാധിച്ച ഏറ്റവും വലിയ പ്രവർത്തനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ പുസ്തകത്തില് മക്കളോട് മാതാപിതാക്കൾ കാണിക്കേണ്ട ബാധ്യതകള്, അതേപോലെ മക്കള് മാതാപിതാക്കളോട് കാണിക്കേണ്ട കടപ്പാടുകള്, ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും, അതുപോലെ തന്നെ അയൽവാസികൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും ഒരു മാതൃക കുടുംബത്തെ സംബന്ധിച്ച് ഹ്രസ്വമായി വിശദീകരിച്ച് കൊച്ചു കൃതി നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥമായി മനസ്സിരുത്തി വായിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ പുസ്തകത്തിന്റെ ചെറിയ വിശദീകരണം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഒരുപാട് ആളുകൾ സംസാരിക്കുവാനും ക്ലാസ് എടുക്കുവാനുമുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ വേദി മാറിക്കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ എല്ലാ നല്ല സംരംഭങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു അവന്റെ ദീനെ പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ നമുക്ക് തൗഫീഖും സന്മനസ്സും നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. കൺകുളിർമയുള്ള സന്താനങ്ങളെയും ഇണകളെയും നൽകി അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. സന്തോഷത്തോടെ സമാധാനത്തോടെ കുടുംബത്തിൽ ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ജമീല